ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവിനെ കേട്ടിട്ടില്ലേ? അവർക്ക് ഖിലാഫത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ആ കുട്ടി ഏറ്റവും കൂടുതൽ ഹാറൂൺ റഷീദിന്റെ ഭാര്യയുമായി അഥവാ ഉമ്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കുട്ടിക്കാലത്ത് തന്നെ ഖുർആനുമായി വലിയ ടച്ചായിരുന്നു. സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന മോനായിരുന്നു. ഭരണം കിട്ടിയപ്പോ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, ഞാൻ ഇവിടെ നിങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നീക്കുന്നത് പോലെ ഭരണത്തിന്റെ ചക്രം ഞാൻ നീക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ദുനിയാവും ആഖിറവും പോകുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് പുറം നാട്ടിലേക്ക് പോകണം, സമ്മതം തരുമോ? രാജാവിന്റെ കുഞ്ഞ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ആ വലിയ രാഷ്ട്രം ഭരിക്കുന്ന രാജാവ് ആ കൊട്ടാരത്തിൽ ഒരു സഭ വിളിച്ചപ്പോ, മന്ത്രിമാരുടെയും മറ്റുമൊക്കെ യോഗം വിളിച്ചപ്പോ, ഈ ചെറിയ കുട്ടി 10-14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ വസ്ത്രവിധാനങ്ങൾ കണ്ടപ്പോ ബാക്കിയുള്ളവരൊക്കെ ഇത് രാജാവിന്റെ മോനാണോ, പ്രൗഢി ഇത്തിരി കുറവാണല്ലോ, ഈ കുട്ടിക്ക് പുതുമയൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിനോട് കംപ്ലൈന്റ് പറഞ്ഞു. കുട്ടിയെ രാജാവ് വിളിച്ചു, മോനെ, നീ എന്നെ വഷളാക്കിയല്ലോ, നിന്റെ ഈ വസ്ത്രം മാറ്റണമല്ലോ. അപ്പൊ കുട്ടി പറഞ്ഞു, വാപ്പാ, വഷളത്തരം എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാം. നിങ്ങളെ നോക്കിയേ, അതാ ആ കാണുന്ന മതിലിലേക്ക് അവിടെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട. ഞാൻ ആ പക്ഷിയെ വിളിക്കാൻ പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ, 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ വിളിച്ചു, അയ്യുഹ ത്വാഇർ, പക്ഷി, ബില്ലദീ ഖലഖക്, നിന്നെ പടച്ച് സംവിധാനിച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഒന്നവിടെ എഴുന്നേറ്റ് വന്ന് എന്റെ കയ്യിലിരിക്കുമോ? പക്ഷി അതാ പറന്നു വരുന്നു, ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്നു. തിരിച്ചുപോയി അങ്ങോട്ടിരിക്കാൻ പറയുന്നു, അവിടെ പോയിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, ഉപ്പാ, നിങ്ങളൊന്ന് കൈനീട്ടൂ. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, ഇന്നെല്ലാവരും അമീറുൽ മുഅ്മിനീൻ എന്ന മേൽവിലാസത്തിൽ വിളിക്കുന്ന എന്റെ ഉപ്പാന്റെ കയ്യിലൊന്ന് വന്നിരിക്കുമോ? പക്ഷി അനങ്ങിയില്ല. കുട്ടി പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് വേഗം പോണം, കുറച്ചുകൂടി ഞാൻ നിന്നാൽ നിങ്ങളെ ദുനിയാവിന്റെ ചതിയിൽ ഞാൻ അകപ്പെട്ടു പോകും, നിങ്ങളിരിക്കുന്ന ഭരണചക്ര കസേര ഞാൻ കറക്കേണ്ടി വരും, എനിക്ക് സമ്മതം തരണം, കൂടെ എനിക്ക് കൂട്ടിനായിട്ടൊരു മുസ്ഹഫ് തരണം, എനിക്കുള്ള നേരം പോക്കാണ് മുസ്ഹഫ്. ഒറ്റക്ക് നമുക്ക് ഖബറിൽ കഴിയണ്ടേ? അവിടെ കൂട്ടിന് വേണോ സഹോദരങ്ങളെ? ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് ഖുർആന്റെ മുന്നിൽ തപസ്സിരിക്കണം.